ഒരണികളും ചെയ്തു. അല്ല, അതിപ്പോ അവർക്ക് പാർട്ടിയിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. അടുത്ത കാലത്ത് ജില്ലാ പഞ്ചായത്തിലേക്ക് അടുത്തത് അത് ആ കാര്യം KPCC പ്രസിഡന്റിന് പരാതി കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം പരിശോധിച്ച് വേണ്ടത് ചെയ്യും. ഇത് വിസ്മയമൊന്നുമല്ല. നമ്മൾ ഓരോ ആളുകളും എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഇടത് മുന്നണിയോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് കാര്യമില്ല. അവർ പറഞ്ഞതെന്താ, ഐഷ പോറ്റി പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഞാൻ ചേർന്ന പാർട്ടി അല്ല ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന്. ഇനി അതുപോലൊരു പാർട്ടിക്ക് എന്നെ പോലൊക്കെ തൊടാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അത് വളരെ ഗൗരവമായൊരു വിഷയമല്ലേ അവർ പറഞ്ഞത്. അവർ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ അംഗമായിരുന്നു. അവർ ചേർന്ന പാർട്ടി അല്ല ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന അപജയങ്ങളെ പറ്റിയാണ് അവർ പറഞ്ഞത്. അധികാരമോഹിയാണ്, അതിനാലാണ് കോൺഗ്രസിലേക്ക് വന്നതെന്നാണ് LDF ക്യാമ്പുകൾ പ്രചരിപ്പിക്കുന്നത്. അതൊക്കെ ആര് പോയാലും ഇത് തന്നെയാണല്ലോ പറയുന്നത്. ഇപ്പം ഞങ്ങളുടെ കൂടെ നിന്ന് കുറേ പേര് പോയായിരുന്നല്ലോ, പിടിച്ചോണ്ട് പോയായിരുന്നല്ലോ. ഞങ്ങളങ്ങനെ ആരും പിടിച്ചോണ്ട് പോയതൊന്നുമല്ലോ. അവർക്കുണ്ടായ അവഗണനയും അവർക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളും കാരണമാണ് അവർ കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചത്. ഞങ്ങളൊക്കെ അവരോട് നേരിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. അവരെ വളരെ മാന്യമായി പെരുമാറുന്ന സ്ത്രീയാണ്. ഞങ്ങളൊക്കെ MLA-മാരായിരുന്ന അവരോടൊപ്പം MLA-മാരായിരുന്നവരാണ്. വളരെ മാന്യമായി പൊതുരംഗത്ത് വളരെ മാന്യമായി ഇടപെടുകയും പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. അവർ വന്നത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇനിയും ധാരാളം ആളുകൾ വരും. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. മറ്റൊരു വിഷയം, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലെ കോൺഗ്രസ് നേതൃത്വം തള്ളുന്ന സമയത്തും ഇത്തരത്തിൽ കോൺഗ്രസ് അണികളായിട്ടുള്ള ആളുകളൊക്കെയും രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഏത് അണികൾ ഒരണികളും ചെയ്തു. അതിൽ KPCC നേതൃത്വത്തിനടക്കം പരാതി നൽകിയിട്ടുണ്ട് അതിജീവിത എന്നാണ് പറയുന്നത്. അല്ല, അതിപ്പോ അവർക്ക് പാർട്ടിയിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. അടുത്ത കാലത്ത് ജില്ലാ പഞ്ചായത്തിലേക്ക് അടുത്തത് അത് ആ കാര്യം KPCC പ്രസിഡന്റിന് പരാതി കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം പരിശോധിച്ച് വേണ്ടത് ചെയ്യും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF-ന്റെ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തുക എന്ന് പറയുന്നത് ഏതെങ്കിലും പാർട്ടിയെ ചാക്കിട്ട് പിടിക്കാനുള്ളതല്ല. അതിനകത്ത് എല്ലാ സമാന ചിന്താഗതിക്കാരായ ജനങ്ങൾ, മതേതര ജനാധിപത്യ വിശ്വാസികളായ സംഘടനകൾ, വ്യക്തികൾ, ഇവരുടെയെല്ലാം പിന്തുണ ആർജിക്കാനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുമൊക്കെ അത് ജനങ്ങൾ ഞങ്ങളോടൊപ്പം അണിനിരന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അത് കൂടുതൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പോരാട്ടമായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കാത്തിരിക്കുന്ന ഒരു വൻ തോൽവിയായിരുന്നു. അതവർ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു.